ഗണപതയേ നമഃ. ഓം ശക്തി പരാശക്തി ഓം നമഃ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹര ഹര മഹാദേവ. ഹര ഹരോ ഹര ഹര. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇന്ന് സൺഡേ ആണ്. അപ്പം ഇന്ന് മോന് വീട്ടിലുണ്ട്. അപ്പം എന്നാലും ഞാൻ വിചാരിച്ചു ഇന്ന് ലൈവ് വരണം. ഇന്ന് കുറച്ച് കാര്യം സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതെനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലൈവ് വരണ്ടാന്ന് കരുതിയിട്ട് ഞാൻ വന്ന കാര്യം അതാണ്. അപ്പം എന്നും വന്ന് ഡെയിലി വന്നിട്ട് ഞാൻ ലൈവ് ഇടുമ്പോൾ നിങ്ങൾക്കത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമായിരിക്കാം. അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം അങ്ങനെ വരുമ്പോൾ ഡെയിലി എന്നും കാണുന്നൊരു മുഖമായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ എന്നും ആ ലൈവ് കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ലൈക്കൊക്കെ കുറവായിട്ടാണ് എനിക്ക് വരുന്നത്. പക്ഷെ എനിക്ക് എന്നും ലൈവ് വരണം എന്ന് തോന്നി. എന്നും ലൈവ് വരണമെന്ന് തോന്നി. മോനിവിടെ ഇച്ചിരി ബഹളമൊക്കെയാണ് കേട്ടോ. ഞാനിപ്പോൾ ജോലിയൊക്കെ ഒതുക്കിയിട്ടാണ് ഓടി വന്നത്. ഞാൻ ഓടി വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഓടി വന്നത്. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സ്കന്ദപുരമാണ്. അപ്പോൾ ഡെയിലി ഞാനിങ്ങനെ ലൈവിൽ വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ, നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് ഡെയിലി വന്ന് നിങ്ങളോട് ഓരോ കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വരുന്നത്. നിങ്ങൾക്കൊന്നും തോന്നരുത്. എനിക്ക് ഇപ്പോഴാണ് ഇങ്ങനെ ഡെയിലി വരാനുള്ളൊരു ടൈം കിട്ടുന്നത്. കാരണം ഞാൻ കുറച്ച് റെസ്റ്റ് കാര്യങ്ങൾ, ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അപ്പം റെസ്റ്റ് കാര്യങ്ങളായതുകൊണ്ടാണ് എനിക്കിപ്പോൾ ലൈവിൽ വരാൻ കഴിയുന്നത് ഡെയിലി. മനസ്സിലായോ? അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്തി കാര്യമായിട്ട് പറയാനാണ്. ഇത് കുറേ പേര് കേൾക്കാൻ വരുന്നുണ്ട്. എനിക്ക് കുറച്ച് ടൈം, അതായത് ഡെയിലി വരുന്നതുകൊണ്ടാണ് ഇപ്പം ഞാൻ കുറച്ച് ദിവസം ഡെയിലി ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിലിപ്പം കുറച്ച് ആൾക്കാർ കുറവ്, ലൈവിൽ വരുമ്പോൾ ഉള്ള കുറവ് അതുകൊണ്ടാണ്. കാരണം ഇപ്പം നമുക്ക് ഡെയിലി വന്ന് പറയുമ്പോൾ ചിലർക്ക് അത് എന്നും ഇത് കേൾക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഇപ്പം എനിക്ക് അതിന് ടൈമുണ്ട്. കാരണം ഇപ്പം ഞാനൊരു റെസ്റ്റിലായതുകൊണ്ടാണ് എനിക്ക് ഡെയിലി എൻ്റെ ജോലിയൊക്കെ ഒതുക്കിയതിന് ശേഷമല്ല എനിക്ക് വരാൻ കഴിയുന്നത് കേട്ടോ. അപ്പം എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞ പോലെ ഭൂമി, നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഭൂമിയുടെ കാരക, അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത് ദേവിയുടെ ആ ഒരു പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദേവി ആദിപരാശക്തിയാണ്, അമ്മയുടെ പരിധിയിൽ വരുന്നതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പം ചിലര് ഈ അതായത് അമ്മയും ദേവിയും ഒന്നും റെസ്പെക്റ്റ് ചെയ്യാതെ മറ്റു ലോകങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുണ്ട്. അതായത് ശിവപാർവതിമാരെ ബഹുമാനിക്കാതെ, അല്ലെങ്കിൽ അവരോട് ആ ഒരു ഇതില്ലാതെ മറ്റ് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ശ്രീകൃഷ്ണനാവാം, അല്ലെങ്കിൽ നാരായണനാവാം, അങ്ങനെയാവാം. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ അമ്മയും അച്ഛനെയും റെസ്പെക്റ്റ് ചെയ്യുക. അതുപോലെ ശിവപാർവതിമാർക്കും ആ ഒരു സ്ഥാനം കൊടുക്കുക. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഭൂമിയിലാണ്. അപ്പൊ ഭൂമിയുടെ ഇതെന്ന് പറയുന്ന കാരക എന്ന് പറയുന്ന ദേവിയാണ്. ഭദ്രദേവിയും അതുപോലെ ദേവിമാരും അതുപോലെ ശിവപാർവതിമാരുമാണ്. അപ്പം അതുപോലെ ഭഗവാനും ആ ഒരു ഇതുണ്ട്. അപ്പം ഈ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഇവിടെയുള്ള ദേവീദേവന്മാർക്ക്, അല്ലെങ്കിൽ ഭദ്രദേവിക്കായാലും ദുർഗദേവിക്കായാലും അതുപോലെ പാർവതി പരമേശ്വരന്മാർക്കായാലും നമ്മൾ ഒരു റെസ്പെക്റ്റ് കൊടുക്കാതെ, അല്ലെങ്കിൽ അവരെ പ്രാർത്ഥിക്കാതെ നമ്മൾ വേറൊരു ലോകത്തേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഭൂമിയിലെ കാര്യം എന്തെന്ന് വെച്ചാൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ദേവിയും ഭഗവാനും കൂടി ചേർന്നാണ് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ ദേവിയെ തള്ളി പറഞ്ഞുകൊണ്ട് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന പറഞ്ഞാൽ ഭഗവാൻ അവിടെ നമ്മൾ സ്വീകരിക്കില്ല. മനസ്സിലായോ? സ്വീകരിക്കണമെന്ന് അതിൽ നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ ദേവിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, ദേവീനെയും അതുപോലെ പരമശിവനെയും പാർവതി ദേവിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടേക്ക് എളുപ്പത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. നമുക്ക് ആ മുക്തിപദം അല്ലെങ്കിൽ ആ മോക്ഷപദം നമുക്ക് എളുപ്പത്തിൽ സാധിക്കും.
അതേസമയം നമ്മള് എന്താ പറയാ, ദേവിയെ നാം തള്ളി പറഞ്ഞിട്ട് ദേവി മായയാണ്, ദേവി നമുക്കൊക്കെ മായ തരുന്നതാണ്, ദേവിയിൽ നമ്മൾ വിശ്വസിക്കരുത്, ദേവി നമ്മളെ വീണ്ടും വീണ്ടും ഈ ജനന മരണ ചക്രങ്ങളിൽ പിടിച്ചിട്ട് കളയും, അല്ലെങ്കിൽ ഞങ്ങളെ ജനന മരണ ചക്രങ്ങളിൽ ഉഴലിപ്പിക്കും, അതുകൊണ്ട് ദേവിയെ മാറ്റി നിർത്തുക, എന്നിട്ട് ഭഗവാനെ മാത്രം അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മളിപ്പോ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ദേവിയെ നമ്മൾ റെസ്പെക്ട് ചെയ്താൽ മാത്രമേ നമ്മൾ വേറൊരു ലോകത്ത് പോയാൽ അവിടെയും നമ്മൾ ഭഗവാനെ ആയാലും റെസ്പെക്ട് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ഭഗവാനിലായാലും ആ ഭക്തി ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായോ? അപ്പം എന്നുവെച്ചാൽ കൂടുതൽ സാത്വികയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ പറയുന്നത്, എന്നാലും തള്ളി പറയാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മള് ദേവിയെ റെസ്പെക്ട് ചെയ്യുക, അല്ലാതെ ഇതൊക്കെ നിസ്സാരമാണ്, ദേവി നിസ്സാരമാണ്, പരമശിവൻ നിസ്സാരമാണ്, പാർവതി ദേവി നിസ്സാരമാണ്, ശ്രീകൃഷ്ണ മാത്രമേ ഉള്ളൂ ഏറ്റവും വലുത്, അല്ലെങ്കിൽ എന്താ പറയാ, നാരായണൻ മാത്രമേ ഉള്ളൂ ഏറ്റവും വലുത്, അങ്ങനെ നമ്മൾ പറയുന്നത്. ഈ ശ്രീകൃഷ്ണ ഭഗവാനും നാരായണനും പോലും പരമശിവന്റെയും പാർവതി ദേവിയുടെയും ഭക്തരാണ്. അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്താ പറയാ, ശൈവം വേറെ വൈഷ്ണവം വേറെ ഇങ്ങനെ നമ്മൾ മാറ്റി നമ്മൾ നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. കാരണം വസുദൈവ കുടുംബകം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വസുദൈവ കുടുംബകം. അതുപോലെ പരമശിവനായാലും എന്താ പറയാ, പരമശിവനായാലും ഏറ്റവും കൂടിയ വൈഷ്ണവനാണ് പരമശിവൻ എന്ന് പറയുന്നത്. വൈഷ്ണവന്മാരിൽ ഏറ്റവും ഉയർന്ന വൈഷ്ണവനാണ് പരമശിവൻ എന്ന് പറയുന്നത്. ചിലര് എന്താ പറയാ, ശ്രീകൃഷ്ണ ഭക്തിയിലോട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ക്ഷേത്രങ്ങളിലൊന്നും പോവാറില്ല. അതൊന്നും പാടില്ല, നമ്മൾ എല്ലായിടത്തും പോവാ. കാരണം അമ്മയിലും അച്ഛനിലൂടെ, ദേവിയിലൂടെ, ആദ്യമേ നമ്മൾ ദേവിയിലൂടെയാണ് വരുന്നത്. ദേവിയിലൂടെ അമ്മയും അച്ഛനും ആണ് ശിവപാർവതിമാർ. അവരിലൂടെയാണ് നമ്മൾ ശ്രീകൃഷ്ണനിലേക്കായാലും ശ്രീ നാരായണനിലേക്കായാലും ഒക്കെ നമ്മൾ പോകുന്നത്. മനസ്സിലായി? അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചിലര് പൂർണ്ണമായിട്ടും തള്ളിക്കളയും. ഞാൻ നിങ്ങളോട് മുന്നേ ഒരു കാര്യം പറഞ്ഞില്ലേ, ചിലര് വീട്ടിലിരുന്ന ഗണപതി ഭഗവാന്റെ ബിംബമൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ശ്രീകൃഷ്ണനെ മാത്രം എടുത്തു വെച്ചു. അപ്പൊ അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അതിൽ സംതൃപ്തനാണോ? ഒരിക്കലും അല്ല. ഞാനിവിടെ ഗണപതി ഭഗവാന്റെ വെച്ചിട്ടുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാന്റെ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഗണപതി ഭഗവാന്റെ ബിംബം എടുത്ത് ഞാൻ മാറ്റില്ല. കാരണം ഏറ്റവും ടോപ്പ് മോസ്റ്റ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് പരമാത്മാവ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ശിവഭഗവാന് ആ പരബ്രഹ്മമാണ്, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മൾ ഒന്ന് നമുക്ക് കിട്ടുന്നു എന്ന് കരുതിയിട്ട് മറ്റൊന്നിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാതിരിക്കാം. കാരണം നാം എല്ലാവരും ഉള്ളത് ഇപ്പൊ ഭൂമിയിലാണ്. അപ്പൊ ഭൂമിയിൽ ഉള്ള ദൈവത്തിന് നമ്മുടെ അമ്മയ്ക്ക് നമ്മൾ അന്നം കൊടുക്കാതെ വേറെ എവിടെ നമ്മൾ അന്നം കൊടുത്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മനസ്സിലായോ? അതുപോലെ നമ്മുടെ അമ്മയെ, പെറ്റമ്മയെ റെസ്പെക്ട് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന നമ്മളിപ്പോ ജീവിക്കുന്ന ആ ഭൂമി ദേവിയിലാണ്, അത് അമ്മയാണ്, ആ ആദി പരാശക്തിയാണ്. അപ്പൊ ആ അമ്മയെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് ചേർത്ത് പിടിച്ച് ആ അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത്, നമുക്കൊരു ജന്മ അമ്മ ഇപ്പൊ നമുക്ക് ഭൂമിയിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ജന്മത്തിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഭഗവാനെയും പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റ് ആ മുക്തിയിലോട്ട് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? കറക്റ്റ് നമുക്ക് വൈകുണ്ഠ പ്രാപ്തി ആയാലും ശരി, കൈലാസ പ്രാപ്തി ആയാലും ശരി, അതല്ല ഇനി ഗോലോക വൃന്ദാവന പ്രാപ്തി ആയാലും ശരി, നമുക്ക് കിട്ടുന്നത് അപ്പോഴാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഭഗവാന്റെ ഭക്തരാണ്, ഓക്കെ, അത് ശരിയായുള്ള കാര്യമാണ് എന്ന് കരുതിയിട്ട് ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചോളൂ. ശ്രീകൃഷ്ണൻ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചോളൂ. അത് പരമാത്മാവാണ്, പരബ്രഹ്മമാണ്. ശിവഭഗവാനും പരബ്രഹ്മമാണ്. അപ്പൊ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചോളൂ. പക്ഷെ എന്ന് കരുതിയിട്ട് ഒരിക്കലും ദേവിമാരെ നമ്മള് എന്തൊക്കെ ചെയ്യാ, തള്ളിക്കളയാനോ അല്ലെങ്കിൽ അവരെ നമ്മൾ മാറ്റി നിർത്താനോ, ദേവിമാരൊന്നുമല്ല, അത് മായയാണ്, വെറും മായയാണെന്ന് പറഞ്ഞ് അവരെ എന്താ പറയാ, താത്തി കെട്ടാനോ ഒന്നും നമ്മൾ ശ്രമിക്കാതിരിക്കുക. ഈ അമ്മ മഹാമായ ഉള്ളത് കൊണ്ടാണ് നമ്മള് മക്കളെ എല്ലാവരെയും അമ്മ ഒരു സ്വന്തം മക്കളെ പോലെ ചിറകിനടിയിൽ നമ്മളെ സംരക്ഷിച്ച്, ഒരു അമ്മ എങ്ങനെയാണോ മക്കളെ സംരക്ഷിക്കുന്നത് അതേപോലെ നമ്മളെ സംരക്ഷിച്ച് അമ്മ ഈ പറയുന്ന ദുഷ്ട ആത്മാക്കളോടൊക്കെ യുദ്ധം ചെയ്ത് അമ്മ നമ്മളെ എല്ലാവരെയും ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ്.
മനസ്സിലായോ? നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ്. ആ അമ്മയുടെ മക്കളാണ് നമ്മളെല്ലാവരും. ആ അമ്മയിൽ നിന്നാണ് ഈ മക്കളെല്ലാവരും ഉണ്ടായിട്ടുള്ളത്. ഭഗവാന്റെ അമ്മ തന്നെ യശോദാമ്മയാണ്, അതും ഒരു അമ്മയാണ്. അതുപോലെ ഭഗവാന്റെ സഹോദരി എന്ന് പറയുന്നത് സുഭദ്രാദേവിയാണ്, അതും ഒരു സ്ത്രീയാണ്. അപ്പൊ സ്ത്രീകൾക്ക് അത്രയും പ്രാധാന്യം ഉണ്ടത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാവരും അത് മനസ്സിലാക്കുക. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്ന കേട്ടിട്ട് നിങ്ങൾ വഴിതെറ്റി പോവാതിരിക്കുക. നമ്മൾ ദേവിയെ റെസ്പെക്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾ, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരു നിമിഷം നിങ്ങൾ പരമശിവനെയും ആ ഉമാദേവിനെയും നിങ്ങൾ റെസ്പെക്ട് ചെയ്യൂ, പ്രാർത്ഥിക്കൂ. നിങ്ങൾ വന്ന വഴി മറക്കാതിരിക്കൂ. എന്നിട്ട് നിങ്ങൾ ഭദ്രാദേവിയെയും പ്രാർത്ഥിക്കൂ. എന്നിട്ട് നിങ്ങൾ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ മുക്തിപഥത്തിലേക്ക്, ആ ഭഗവാന്റെ ലോകത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. അമ്മ തന്നെ നമ്മളെ അങ്ങോട്ട് നയിക്കും. മനസ്സിലായോ? ആ ദേവി തന്നെ നമ്മളെ അങ്ങോട്ട് നയിക്കും. അത് പരമമായിട്ടുള്ള സത്യമാണ്. പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല. അതാരും മനസ്സിലാക്കാതെയാണ് ചിലർ ഓരോ കാര്യങ്ങൾ അതാണ് തെറ്റെന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്കിപ്പോ ഭഗവാനിൽ തന്നെ ഭക്തി വന്നോട്ടെ, അത് കുഴപ്പമില്ല. ഭഗവാനെ തന്നെ 24 hours. അതാണ് ഗോപികമാരുടെ ഭക്തി എന്ന് പറയുന്നത്, അത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ അമ്മയും അച്ഛനെയും, നമ്മൾ വന്ന വഴിയും നമ്മുടെ കുടുംബവും നമ്മുടെ വന്ന വഴിയും നമുക്ക് അന്നം തന്ന് നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കിയ നമ്മളെ അച്ഛനെയും അമ്മേനെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും ഒന്നും നമ്മളെ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതുപോലെ നമ്മുടെ ദേവി, ഭദ്രദേവി ആയാലും ദുർഗദേവി ആയാലും ദേവിമാരെയും നമ്മുടെ പരമശിവനെയും പാർവതി ദേവിയെയും ഒന്നും നമ്മൾ മറക്കാതിരിക്കുക. അവരെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ പോവാതിരിക്കുക എന്നുള്ളതാണ്. ഇത് എൻ്റെ അനുഭവം. എനിക്ക് ഓരോരുത്തരുടെ അനുഭവം ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. കാരണം നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പല കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, പല രീതിയിലുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം നമ്മളെ സംരക്ഷിക്കുന്നെന്ന് പറയുന്ന ആ ദേവിയാണ്, ആദിപരാശക്തിയാണ്. അതുപോലെ ഭഗവാന്റെ തന്നെ നരസിംഹമൂർത്തിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഘോരമായിട്ടുള്ള ആ ഒരു തമോ ഗുണത്തിൽ, അല്ലെങ്കിൽ ആ ഒരു രജോ തമോ ഗുണത്തിൽ വരുന്ന ദൈവങ്ങളാണ് നമ്മളെ രക്ഷിക്കുന്നത്. മനസ്സിലാവും? അപ്പൊ അവർക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. റെസ്പെക്ട് കൊടുക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അവരെയും നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഞാനിങ്ങനെ വന്ന് പറയുമ്പോൾ ചിലർക്ക് അത് എന്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഞാൻ ആരെങ്കിലും വഴിതിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന ഒരു സാത്വികരായിട്ടിരിക്കുന്നവരെ ഞാൻ വഴിതിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത്. ഒരിക്കലും സാത്വികരായിട്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തരെ ഒരിക്കലും വഴിതിരിച്ചിട്ട് ദേവി ഭക്തിയിലോട്ട് തിരിച്ചു കൊണ്ടുവരണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ ദേവി ഭക്തരായില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ദേവിമാരെ റെസ്പെക്ട് ചെയ്യാനെങ്കിലും പഠിക്കാം. ദേവിയെ റെസ്പെക്ട് ചെയ്യാതെ ഭഗവാൻ എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ദേവി ഒരു വെറും മായയാണെന്ന് പറഞ്ഞ് ദേവിയെ മാറ്റി നിർത്തിയിട്ട് ഭഗവാനെ മാത്രം പൂജിക്കണമെന്ന് ഭഗവാൻ എങ്ങും പറഞ്ഞില്ല. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ശരണം പ്രാപിച്ചു, അത് ഏത് ദേവീദേവന്മാരെ പൂജിച്ചാലും അത് എന്നിലേക്കാണ് വരുന്നതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഭഗവാൻ ആരെയും റിജക്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവരോട് വെറുപ്പ് വെച്ചിട്ട് അവരെ തള്ളിക്കളഞ്ഞിട്ട് എന്നെ മാത്രം പ്രാർത്ഥിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? കാരണം ഒരു അമ്മ എന്ന് പറയുമ്പോ, ഇപ്പൊ ശബരിമലയിൽ ഒരു കേസ് പറയാം. ശബരിമലയിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾ വരരുതെന്ന് പറയുന്നത്? അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രഹ്മചാരി ഭാവത്തിൽ ഇരിക്കുന്നതാണ്. എന്നാൽ തന്നെയും അമ്മ എന്ന് പറയാം, ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഒരു അമ്മയാവാനുള്ള, അതായത് ഒരു സൃഷ്ടി നടത്താനുള്ള അധികാരമുള്ള, ഒരു സൃഷ്ടി നടത്താൻ സാധിക്കുന്ന ഒരു ഇതാണ് അമ്മ എന്ന് പറയുന്നത്, ആ സ്ത്രീ എന്ന് പറയുന്നത്. അപ്പം തനിക്കും ആ സ്ത്രീക്കും ഒരേ സ്ഥാനമാണ്. മനസ്സിലായോ? അതായത് അയ്യപ്പന്റെ അതേ സ്ഥാനം തന്നെയാണ് ആ സ്ത്രീക്ക് ഉള്ളത്. അതുകൊണ്ടാണ് അപ്പം അയ്യപ്പൻ എന്ത് ചെയ്യേണ്ടി വരും? ആ യോഗയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും ഭഗവാന്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഭഗവാൻ ആ പറയുന്നത് സ്ത്രീകൾ ശബരിമലയിൽ വരരുത്. കാരണം അപ്പൊ ആ സ്ത്രീക്ക് ഒരു അമ്മയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കുക. ചിലര് വേറെ ഭക്തിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കില്ല, മക്കളുടെ കാര്യങ്ങൾ നോക്കില്ല, ആരുടെയും ഭർത്താവിന്റെ കാര്യം നോക്കില്ല, ഒരു കാര്യം നോക്കില്ല. എപ്പോഴും ധ്യാനത്തിലും യോഗയിലും മാത്രം മുഴുകിയിരിക്കും. മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർ മറക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കണം. മനസ്സിലായോ?
അല്ലാതെ നമ്മളൊരു ഭക്തിയിലോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായിട്ടും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താവും, നമ്മുടെ മക്കളുടെ ഭാവി എന്താവും, മക്കളുടെ കാര്യങ്ങൾ എന്താവും, അവരുടെ ഉയർച്ച എന്താവും, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. മനസ്സിലായി? അപ്പൊ നമുക്ക് എല്ലാം വേണം. നമുക്ക് നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധ വേണം, അതും വേണം, നമുക്ക് അതുപോലെ ആത്മീയതയും വേണം. മനസ്സിലായോ? അപ്പം ദേവി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ഒരമ്മയാണ്, ആ ദേവിയാണ് നമ്മളെ ഓരോരുത്തരെയും എന്ത് ചെയ്യാം, നമ്മളെ ഓരോരുത്തരെയും ഒരു കുഞ്ഞുങ്ങളെ എങ്ങനെ കൊണ്ട് നടക്കുന്ന പോലെ അമ്മ കൊണ്ട് നടക്കും. അമ്മമാര് ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും. അവര് ദേഷ്യപ്പെടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ മക്കള് വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ മക്കളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അവരോട് ദേഷ്യപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് ഭക്തിയിലോട്ട് പോയാലും ഏത് ഇതിലോട്ട് പോയാലും ശരി തന്നെ, ഒരിക്കലും നമ്മൾ ആ ദേവീനെ ഇതാക്കി കളയാൻ പാടില്ല. അതുപോലെ പരമശിവനെയും പാർവതി ദേവിയെയും നമ്മൾ വിട്ട് കളയാൻ പാടില്ല. അവരെയും നമ്മൾ പ്രാർത്ഥിക്കാം, അവരോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കാൻ പാടില്ല. വന്ന വഴി മറന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും, നമ്മൾ വന്ന വഴി മറന്നുകൊണ്ട് നമ്മൾ എന്ത് പുണ്യകർമ്മങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ, എന്ത് ചെയ്തു പറഞ്ഞാലും ഒരു ബലവും ഇല്ല അതിന്. അതുപോലെ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഭൂമിയിലുള്ള ദേവീനെ, ഈ ഭൂമിയുടെ കാരകയായിട്ടുള്ള ദേവീനെ നമ്മൾ ബഹുമാനിക്കുകയും ദേവിയെ നമ്മൾ പൂജിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യാതെ നമ്മൾ വേറൊരു ലോകത്ത് പോയിട്ട് നമ്മൾ അവിടെയുള്ള ദൈവത്തിനെ നമ്മൾ എങ്ങനെയാണ് ഇവിടെയുള്ള ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നമുക്ക് ആ റെസ്പെക്റ്റ്, ആ സ്നേഹവും ആ പൂജയും ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാനും, നമുക്ക് അമ്മയെന്നുള്ള ആ ഒരു സ്നേഹം, അമ്മയാണെന്നുള്ള ആ അമ്മയോടുള്ളൊരു സ്നേഹം കാണിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് വേറൊരു വൈകുണ്ഠ ലോകത്ത് പോയി കഴിഞ്ഞാലും ആ വ്യക്തി അവിടെ ഇരിക്കുന്ന ആ ഭഗവാനെ അതേപോലെ സ്നേഹിക്കുന്നത്? ചിലപ്പോൾ അവിടെയും ഇതുപോലെ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. അവിടെയും ചിലപ്പോൾ പറയും, അവിടെയുള്ള ഇങ്ങനെ പറയും, ഭൂമിയാണ് ഏറ്റവും സുന്ദരം, ഭൂമിയിലുള്ള അവിടെ ഭൂമിയുടെ കാരക എന്ന് പറയുന്ന ദേവിയാണ്, ഇവിടുത്തെ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതല്ല, അതുകൊണ്ട് ഭൂമിയാണ് നല്ല സ്ഥലം, നിങ്ങൾ ഭൂമിയിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യുക? അവിടെയുള്ളത് ഭഗവാനെ, വിഷ്ണു ഭഗവാനെ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഭൂമിയിലേക്ക് വരാൻ ശ്രമിക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. അപ്പം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഈ ഭൂമിയിലുള്ള ദേവീനെയും പരമശിവനെയും ദേവിയെയും പ്രാർത്ഥിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും അവരെയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ശ്രീകൃഷ്ണനെയും നാരായണനെയും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാൻ കഴിയത്തുള്ളൂ. മനസ്സിലായോ? അതുപോലെ ഭഗവാനായാലും അങ്ങനെയാണ്. 24 മണിക്കൂറും ശിവഭഗവാന്റെ മനസ്സിൽ ആ രാമനാമമാണ് ഉരുവിട്ടോണ്ട് ഭഗവാൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ 24 മണിക്കൂർ എപ്പോൾ നോക്കിയാലും ഓം നമഃ ശിവായ മന്ത്രമാണ് മനസ്സിൽ ഉരുവിട്ടോണ്ടിരിക്കുന്ന. ഇത് എല്ലാം ഒന്നാണ്. നിങ്ങൾ വെവ്വേറെ കാണരുത്. രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. പരബ്രഹ്മവും പരമാത്മാവും ആണ്. അത് ഭഗവാന്റെ തന്നെ ഇതാണ്, ഭഗവാൻ തന്നെയാണ്. അവരെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇങ്ങനെ 3 രീതിയിൽ തിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം, ഏതൊരു സ്ത്രീക്കും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ട്. അത് ദേവിയുടെ തന്നെ അംശാവതാരങ്ങളാണ് നമ്മൾ ഓരോ സ്ത്രീകൾ. അത് ഓരോ സ്ത്രീകൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവര് പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നത്, പലതരത്തിൽ അവര് തെറ്റായ രീതിയിൽ അവര് പോകുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് ആ തിരിച്ചറിവില്ല, ഞങ്ങൾ ദേവിയുടെ തന്നെ അംശമാണെന്നുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് പലരും പല തെറ്റുകളിലേക്ക് പോകുന്നത്. ഓരോ സ്ത്രീകൾക്കും അവരവരുടേതായ ശക്തി കൊടുത്തിട്ടുണ്ട്. അത് എത്ര ശക്തരല്ലാത്ത സ്ത്രീകൾക്കും അവരവർക്ക് മാനസികമായിട്ടുള്ള ശക്തി ദേവി പ്രദാനം ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അതിനെ തിരിച്ച് എതിർത്ത് നിൽക്കാനുള്ള ശക്തി ഓരോ സ്ത്രീകൾക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ സ്ത്രീകളുടെ ആ ശക്തി അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഈ ജന്മം സ്ത്രീ ആയിട്ടായിരിക്കും, ചിലപ്പോൾ അടുത്ത ജന്മം നമ്മൾ പുരുഷനായിട്ടായിരിക്കും, ചിലപ്പോൾ കഴിഞ്ഞ ജന്മം നമ്മൾ പുരുഷനായിരുന്നിരിക്കുക, ഈ ജന്മം സ്ത്രീ ആയിരുന്നിരിക്കുക. എന്തായാലും ഈ ജന്മം നമ്മൾ സ്ത്രീയാണ്. അപ്പം ഈ ജന്മത്തിൽ നമ്മൾ എന്താണ്, നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ പ്രതികരിക്കാനുള്ള ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള പെൺകുട്ടികൾ അത് പ്രതികരിക്കാത്തത് കൊണ്ടാണ് അവരിങ്ങനെയുള്ള പല പടുകുഴികളിലും ചെന്ന് വീഴുന്നത്. മനസ്സിലായോ? അപ്പൊ എന്തൊരു തീരുമാനം എടുക്കണമെങ്കിൽ അത് ആ ദേവി അംശമായിട്ടുള്ള അവരവർക്ക് തന്നെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അവരവർക്ക് തന്നെ അത് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ, താൻ എവിടെ നിൽക്കണം, എന്ത് ചെയ്യണം, എന്താണ് എനിക്ക് വേണ്ടത്, എൻ്റെ ഭാവി എങ്ങനെയായിരിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അവരവർക്ക് തന്നെ തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. മനസ്സിലായോ?
ഇപ്പോൾ ദേവിമാര് തന്നെ പിന്നെ ദുർഗാദേവിക്ക് ഒരു തീരുമാനമാണ്. ദുർഗാദേവി തന്നെയാണ് അത് തീരുമാനിക്കുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഭദ്രാദേവിക്ക് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഭദ്രാദേവി തന്നെയാണ് തീരുമാനിക്കുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ ലക്ഷ്മി ദേവിക്ക് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആ ലക്ഷ്മി ദേവി തന്നെയാണ് തീരുമാനിക്കുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പരമശിവൻ പറയുന്നത്, നിങ്ങൾ സ്ത്രീകൾക്ക് ശക്തി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് എപ്പോഴും നിങ്ങൾ പുരുഷന്മാരുടെ ഇത് ചോദിക്കുന്നത് എന്നാണ് പരമശിവൻ പോലും ചോദിച്ചിട്ടുള്ള പാർവതി ദേവിയോട്. അപ്പം സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് അവരൊരു അഭിപ്രായമുണ്ട്, അവർക്ക് തീരുമാനം എടുക്കാനുള്ള ശക്തിയുണ്ട്. ഒരുത്തൻ നമ്മളെ വന്ന് ശല്യപ്പെടുത്തുകയാണ്, നമ്മുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന അവനെ തിരിച്ച് അവനോട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ അവനെതിരെ കേസ് കൊടുക്കാനുള്ള ഒരു ശക്തി ഒരു സ്ത്രീക്ക് ഉണ്ടാവണം. അതിനുശേഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലാതെ ഒരുത്തൻ പുറകെ നടന്ന് ശല്യം ചെയ്യുമ്പോൾ അവന്റെ കൂടെ പോയിട്ട് പിന്നീട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വല്ലതും സംഭവിച്ചിട്ട് കിടന്ന് കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പോ എല്ലാ സ്ത്രീകൾക്കും അവരവരുടെ ഉള്ളിൽ ആ ശക്തി ഉണ്ട്, അത് മനസ്സിലാക്കുക. ഭഗവാന്റെ സഹോദരിയാണ് ദേവി മഹാമായ ആദിപരാശക്തി പാർവതി ദേവി എന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സഹോദരിയാണ് ദേവി എന്ന് പറയുന്നത്. അപ്പൊ ആ ദേവിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ആ ദേവിയിലൂടെ തന്നെയാണ് നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ കഴിയുന്നത്. അല്ലെങ്കിൽ ആ ദേവി തന്നെ വിചാരിക്കണം, നമ്മൾ എത്ര കൃഷ്ണഭക്തരാണെന്ന് പറഞ്ഞാൽ ആ ദേവി തന്നെ വിചാരിക്കണം നമുക്ക് എന്ത് തരണമെന്നുള്ളത്. അതിനുള്ള അധികാരം ദേവിക്ക് ഭഗവാൻ കൊടുത്തിട്ടുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കലും ആ ദേവിയെ തള്ളിക്കളയാതിരിക്കുക, ആ ദേവിയോട് പ്രാർത്ഥിക്കുക, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്കുള്ളതൊക്കെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ദേവിയും ഭഗവാനും തന്നതാണ്. അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് അത് നിലനിർത്താനും നമ്മുടെ തലമുറയിലുള്ള കുട്ടികൾക്ക് അത് നിലനിന്ന് പോവാനും അവർക്ക് അതിൽ സമാധാനമായിട്ട് സന്തോഷമായിട്ട് സ്നേഹത്തോടെ നല്ല കുടുംബ ഐക്യത്തോടെ ജീവിക്കാനും അത് ഭദ്രമാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഭദ്രദേവിയോടും ദേവിമാരോടും പ്രാർത്ഥിക്കുക. അതാണ് ഭദ്രമായ കാലത്ത് നൽകുന്നവളാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. പക്ഷെ ഈ ഭദ്രകാളി ദേവീനെ ഇപ്പം എല്ലാരും വന്നിട്ട് എന്താണ് സാത്വികമായിട്ടുള്ള ദൈവങ്ങളെ മാത്രം പൂജിച്ചിട്ട് ദേവിക്ക് ശക്തിയില്ല, ദേവിനെ എന്താ പറയാ, ദേവിനെ പൂജിക്കാൻ പേടിയാവണോ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെയൊന്നുമില്ല. ദുഷ്ടന്മാർക്കാണ് ദേവി അങ്ങനെ ഒരു ഘോര രൂപത്തിൽ നിൽക്കുന്നത്. അല്ലാതെ നല്ല മനസ്സുള്ളവർക്കും നല്ലവർക്കും എല്ലാം ദേവി എന്താ ചെയ്യുന്നത്, നല്ല ഇതിലാണ് ഇതായിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കി. ഈ രാധാറാണിയിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന ദേവിമാരെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഈ ഭദ്രദേവി ആയാലും ദുർഗദേവി ആയാലും അതുപോലെ പാർവതി ദേവി ആയാലും എല്ലാവരും ഉണ്ടായിട്ടുള്ളത് ആ രാധാറാണിയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ദേവിയെ മാറ്റി നിർത്തിക്കൊണ്ട് എന്നെ മാത്രം പൂജിക്കണം അല്ലെങ്കിൽ ദേവിയെ വെറുത്തുകൊണ്ട് എന്നെ പൂജിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഭഗവാൻ ഒരിക്കലും അങ്ങനെ പറയുകയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിലുള്ള ഓരോ പെൺകുട്ടികൾക്ക് ഓരോ പ്രശ്നം ഉണ്ടാകുന്നു, ഇപ്പൊ ഒരുപാട് കൊലപാതകങ്ങൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുന്നു. ദേവിയുടെ ആ പ്രൊട്ടക്ഷൻ എവിടെ? ദേവിയുടെ പ്രൊട്ടക്ഷൻ കുറയുന്നുണ്ട് ഭൂമിയിൽ. അതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാവുന്നത്. ദേവിയുടെ ആ പ്രൊട്ടക്ഷൻ അവിടെ വരണം. അതുപോലെ നരസിംഹമൂർത്തിയുടെ ആ പ്രൊട്ടക്ഷൻ അവിടെ വരണം. മനസ്സിലായോ? നമുക്ക് ആ പ്രൊട്ടക്ഷൻ എന്തുകൊണ്ട് കുറയുന്നു? നമ്മുടെ ഭക്തിയിലുള്ള ആ കുറവ് കൊണ്ട് നമുക്ക് കുറയുന്നു. നമുക്ക് ദൈവഭയമില്ല, നമുക്ക് ദേവിയെ പേടിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ ദേവിയെ പേടിക്കുക, ദേവിക്കുള്ള പൂജകൾ ചെയ്യുക, ദേവിയെ ക്ഷേത്രങ്ങളിൽ പോവുക, ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, ദേവിക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ നടത്തുക, രക്തപുഷ്പാഞ്ജലി അങ്ങനെയുള്ള പുഷ്പാഞ്ജലി കൊണ്ട് നടത്തുക. അതുപോലെ കൃഷ്ണക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും നിങ്ങൾ പോവുക, അതിനോടൊപ്പം ദേവീക്ഷേത്രത്തിലും പോവുക. മനസ്സിലായോ നിങ്ങൾക്ക് പറയുന്നത്? അപ്പം അമ്മയാണ് ഏറ്റവും വലുത്. എന്തൊക്കെ നമ്മൾ ഇനി തലകുത്തി മറിഞ്ഞെടുത്ത് പറഞ്ഞെന്ന് കഴിഞ്ഞാലും ഭഗവാന്റെ അമ്മയും ആ യശോദാദേവിയാണ്. അതുപോലെ പരമേശ്വരന്റെ പത്നി എന്ന് പറയുന്നതും നമ്മൾ പറയുന്ന ആദിപരാശക്തിയാണ്. അപ്പൊ അത് സ്ത്രീയാണ്. സ്ത്രീകൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. സ്ത്രീ ഇല്ലാതെ ഒരു പുരുഷനില്ല. രാധാറാണി ഇല്ലാതെ ശ്രീകൃഷ്ണൻ ആരും ഇല്ല. രാധാറാണി ഇല്ലാതെ ശ്രീകൃഷ്ണൻ ഒരിക്കലും ശ്രീകൃഷ്ണനാവത്തില്ല. ലക്ഷ്മി ദേവി ഇല്ലാതെ ഒരിക്കലും ശ്രീ അവിടെ ഇല്ലെങ്കിൽ കൃഷ്ണൻ മാത്രമായത് ശ്രീകൃഷ്ണൻ ആവില്ല. അത് മനസ്സിലാക്കുക എല്ലാവരും. അതുപോലെ ഉമാദേവി ഇല്ലാതെ പരമേശ്വരൻ ഒരിക്കലും പരമേശ്വരൻ ആവില്ല. അത് യോഗിയായിട്ടുള്ള പരമശിവൻ മാത്രമേ ആവത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും മഹേശ്വരായ നമഃ എന്നുള്ള മന്ത്രം അതിന് അത്രയും പവർഫുൾനെസ് ഉണ്ട്. അത് മനസ്സിലാക്കുക നിങ്ങൾ. അതുപോലെ ഭദ്രദേവിക്ക് അത്രയും, കാരണം നമ്മുടെ കുടുംബം, നമ്മുടെ വരുന്ന തലമുറയെ നിങ്ങൾ ഓർത്തു നോക്കൂ. നിങ്ങൾ ഏത് ലോകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുറയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളെ മോനെ കുറിച്ച്, നിങ്ങളെ മോളെ കുറിച്ച്, നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. അവരെ എല്ലാം നിങ്ങൾ വിട്ട് കളയാണ്. അവർക്കും കൂടി സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക, ദേവിയോട് പ്രാർത്ഥിക്കുക. അവരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടുണ്ടെങ്കിൽ, നമ്മുടെ സ്വത്തുവകൾ ഉണ്ടെങ്കിൽ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ തലമുറയിലുള്ളവർ അവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, മറ്റാരും അവിടേക്ക് കടന്നു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവിയോട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുക, ദേവിയോട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മുടെ എല്ലാവരെയും മുക്തിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. മനസ്സിലായോ? അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ സ്വാർത്ഥരാവാതിരിക്കുക. എല്ലാം വിട്ട് കളഞ്ഞിട്ട് ആരെയും കാര്യം നമുക്ക് അറിയണ്ട, നമ്മുടെ അമ്മയുടെ കാര്യം അറിയണ്ട, അച്ഛന്റെ കാര്യം അറിയണ്ട, നമ്മളെ ഇത്രയും നാൾ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് നമുക്ക് ഇതെല്ലാം തന്ന് വളർത്തി വലുതാക്കി നമ്മളെ അച്ഛന്റെ അമ്മയുടെയും കാര്യം അറിയണ്ട, അല്ലെങ്കിൽ നമ്മൾ നൊന്ത് പ്രസവിച്ച് നമ്മുടെ മക്കളുടെ കാര്യം അറിയണ്ട, ഭർത്താവിന്റെ കാര്യം അറിയണ്ട, ആരെയും കാര്യം അറിയണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വാർത്ഥത കാണിച്ചാൽ സ്വാർത്ഥതയ്ക്ക് ഒരിക്കലും സ്വാർത്ഥമായിട്ടുള്ളവരുടെ കൂടെ ഭഗവാൻ ആ ഒരു സ്നേഹം ഭഗവാൻ ഉണ്ടാവില്ല. നമ്മൾ ഒരിക്കലും സ്വാർത്ഥരാകാതിരിക്കുക. ഭഗവാൻ എന്താ നമുക്ക് തരുന്നത് അത് നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. മനസ്സിലായോ? അത് നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ ഭഗവാൻ തരുന്നത്, നമ്മൾ സ്വീകരിക്കുക. അതല്ല, നമുക്ക് ഭൗതികവും ഭഗവാന്റെ ലോകത്തൊരു സ്ഥാനവും നമുക്ക് തരുന്നുണ്ടോ അത് നമ്മൾ സ്വീകരിക്കുക. നമുക്ക് എന്താണോ ഭഗവാൻ തരുന്നത് അത് നമ്മൾ സ്വീകരിക്കാൻ പഠിക്കുക. മനസ്സിലായോ? അല്ലാതെ വെറുതെ ആരെങ്കിലും പറയണ കേട്ടിട്ട് നിങ്ങളെ കുടുംബങ്ങൾ തകർക്കാതിരിക്കുക, നിങ്ങളുടെ ജീവിതങ്ങൾ തകർക്കാതിരിക്കുക, ഈ പറയുന്ന പോലെയുള്ള ഒന്നും നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കാതിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഇപ്പം ഞാനായ പോലും ആദ്യമേ ഞാൻ ദേവിയാണ്. എൻ്റെ വീടിനടുത്ത് തന്നെ ദേവി ക്ഷേത്രമാണ്, എൻ്റെ ബാക്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. രണ്ടിടത്തും ഞാൻ പോകുമായിരുന്നു. എന്നെ ദേവിയാണ് എൻ്റെ ശ്രീകൃഷ്ണൻ്റെ ഭക്തിയിലും കൂടെ ആക്കി തന്നത് ദേവിയാണ്. എന്നറിഞ്ഞിട്ട് ഞാൻ ദേവീനെ വിട്ടു കളഞ്ഞിട്ടില്ല. ഒരിക്കലും ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ദേവിനെ വിട്ടു കളയത്തില്ല. ദേവിക്ക് ഞാൻ ആ റെസ്പെക്ട് കൊടുക്കുകയും ചെയ്യും, ദേവിയോട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു ഇല്ലാതെ ഞാൻ ഇപ്പോഴും ജീവിച്ച് ഇങ്ങനെയെങ്കിലും പോകുന്നുണ്ട്. പക്ഷെ ചിലർ അങ്ങനെയല്ല, വേറൊരു ഭക്തിയിലോട്ട് പോകുമ്പോൾ പിന്നെ ദേവീനെ അങ്ങ് വെറുക്കുകയാണ്. ചിലര് വാക്ക് കേട്ടിട്ട് ദേവിയെ അങ്ങ് വെറുക്കും. എന്നിട്ട് ദേവിയുടെ കുടുംബക്ഷേത്രങ്ങളിൽ പിന്നെ പോവില്ല, ശിവക്ഷേത്രത്തിൽ പോവില്ല, ദേവീക്ഷേത്രത്തിൽ പോവില്ല, വേറെയുള്ള ക്ഷേത്രങ്ങളിൽ പോകത്തില്ല, പൂജ നടത്തത്തില്ല, ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് അവരുടേതായ രീതിയിൽ പോകും. ഒരിക്കലും നമ്മൾ ഹൃദയമുള്ളവർക്ക്, മനസ്സിൽ നമ്മൾ എന്താ പറയാ, നന്മയുള്ളവർക്ക്, ഹൃദയമുള്ളവർക്ക് ഒരിക്കലും അതിനെ കഴിയില്ല. എനിക്കതിന് കഴിയില്ല. കാരണം എൻ്റെ അച്ഛനെയും അമ്മേനെയും വിട്ടിട്ട്, അല്ലെങ്കിൽ എൻ്റെ മോനെ വിട്ടിട്ട്, എൻ്റെ ഭർത്താവിനെ വിട്ടിട്ട്, ഭർത്താവ് നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന ആളായിരിക്കും, എന്തോ ആയിക്കോട്ടെ, എന്നാലും ഇതൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടാ നമുക്ക് സന്യസിക്കാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഇപ്പം എന്തായാലും നടക്കുന്ന കാര്യമില്ല. അതൊക്കെ ചിലപ്പോൾ നടക്കും. നമുക്ക് 50 വയസ്സ് 52 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് സന്യസിക്കാൻ വേണമെങ്കിൽ ചെയ്യാം. കാരണം നമ്മുടെ പ്രാരാബ്ദങ്ങളെല്ലാം ആ സമയത്ത് തീർന്നു കഴിഞ്ഞു. നമ്മുടെ മക്കളുടെ കാര്യം നോക്കേണ്ട, നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം അറിയേണ്ട, എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർത്തിയാക്കിയതിന് ശേഷം സ്വസ്ഥമായിട്ട് നമുക്ക് കാശിയിലോ രാമേശ്വരത്തോ അല്ലെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണൻ്റെ ഭഗവാന്റെ ഇതിലോ എവിടെയാന്ന് വെച്ചാൽ നമുക്ക് പോവാൻ കഴിയും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കുക എല്ലാവരും. മനസ്സിലായി? നമ്മൾ എന്തെങ്കിലും ഒന്നിലോട്ട് പോയിന്ന് കഴിഞ്ഞിട്ട് വന്ന വഴി മറക്കാതിരിക്കുക, വന്ന് തള്ളിക്കളയാതിരിക്കുക. നമുക്ക് എവിടെയാണ് ഭഗവാൻ നമുക്ക് സ്ഥാനം ഉണ്ടാകുന്ന നമുക്ക് വൈകുണ്ഠം തന്നെ കിട്ടുമെന്നറിയില്ല. നമുക്ക് കൈലാസം കിട്ടുമെന്ന് പോലും നമുക്കറിയില്ല. കൈലാസം പോലും കിട്ടുമെന്ന് അറിയാത്ത സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് ഈ മനുഷ്യരിങ്ങനെ, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഓരോരുത്തരുടെ എങ്ങോട്ടാണ് അവരുടെ പോക്ക്, എന്താണ് അവരുടെ ഗതി, എന്തായിരിക്കും ഇവര് ഇങ്ങനെ ദേവിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഇവര് ഈ ഭക്തി ചെയ്യുന്നു, ഇങ്ങനെ കാണിക്കുന്ന ഇതിൽ എന്താണ് ഇവർക്ക്, ഇതാണ് എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഭഗവാന്റെ നാമം പറയാം, അത് നല്ല കാര്യമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം പറയാതെ ഏറ്റവും നല്ല കാര്യമാണ്. അത് നല്ല കാര്യമാണ് നമ്മൾ പറയാം. പക്ഷെ എന്ന് കരുതിയിട്ട് ഒരിക്കലും ദേവിയെ നമ്മൾ തള്ളിക്കളയാതിരിക്കുക. പരമശിവനെയും പാർവതി ദേവിയെയും നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ അച്ഛനും അമ്മയാണ്, അവരാണ് നമ്മളെ ഭഗവാനിലേക്ക്, ശ്രീകൃഷ്ണനിലേക്ക് നയിച്ചത്. അത് മനസ്സിലാക്കുക. നമ്മൾ അതും എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. ഒരിക്കലും നമ്മൾ ദേവിയെ തള്ളിക്കളയാൻ പാടില്ല. നമ്മുടെ കുടുംബദേവിയാണ്, കുടുംബ അമ്മയാണ്, നമ്മുടെ കുടുംബ ഭദ്ര ആക്കുന്ന ദേവിയാണ് ഭദ്രകാളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ ഒരു ദുർഗാദേവി എന്ന് പറയുന്നത്, നമ്മുടെ ശിവപാർവതിമാരെന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പലരും ഇപ്പോൾ പല രീതിയിൽ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് പലരും പല രീതിയിൽ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. ഇപ്പോൾ എന്താ പറയാ, വൈഷ്ണവർ വേറെ, ശൈവർ വേറെ, അങ്ങനെ വേറെ, അത് വേറെ, അവിടെ പോയിക്കൂടാ, ഇവിടെ പോയിക്കൂടാ, ഇവിടെ പോയാൽ അവിടെ കുറ്റം, അവിടെ പോയി എന്തെങ്കിലും ചെയ്താൽ ഇവിടെ കുറ്റം, ഇങ്ങനെ പല രീതി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം ഒന്നാണെന്നുള്ള കാര്യം, ഇതെല്ലാം ഒന്നിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി ജീവിക്കുക. എല്ലാ നാമങ്ങളും പറയാം. ഓം നമ ശിവായ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ഉമാമഹേശ്വരായ നമഃ, ഓം ലക്ഷ്മി നാരായണായ നമഃ. ഇങ്ങനെയുള്ള നാമങ്ങൾ, ഓം നമോ ഭഗവതേ വാസുദേവ, എല്ലാം നമ്മൾ പറയാം.
മനസ്സിലായോ? നമുക്ക് അറിയില്ല. നമുക്ക് അവിടെ ഭഗവാന്റെ ലോകത്ത് നമ്മളെ ഭഗവാന്റെ ആരായിരുന്നു എന്തായിരുന്നു പോലും നമുക്കറിയില്ല. ഒന്നും നമുക്കറിയില്ല. സത്യമല്ലേ? നമ്മൾ കഴിഞ്ഞ ജന്മം ആരായിരുന്നെന്ന് അറിയില്ല. ഈ ജന്മം നമ്മൾക്ക് ഇങ്ങനെ ഒരു ജന്മം കിട്ടി. അടുത്ത ഒരു ജന്മം ഉണ്ടോ നമുക്കറിയില്ല. ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്തായിട്ടായിരിക്കുമോ ജനിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. അതല്ല ഇനി അടുത്ത ജന്മം നമുക്ക് മുക്തി കിട്ടുമോന്നോ, ഈ ജന്മം തന്നെ നമുക്ക് മുക്തി കിട്ടുമോന്ന് പോലും നമുക്കറിയില്ല. ഒന്നും നമുക്കറിയില്ല. ഇങ്ങനെ ഒന്നും നമുക്കറിയാത്ത സ്ഥിതിക്ക് എന്തിനാണ് ഇങ്ങനെയുള്ള എന്താ പറയാ, ഇങ്ങനെയുള്ള വിദ്വേഷങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള തെറ്റായ രീതിയിൽ പോയി ഇങ്ങനെ പല ഇത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പല രീതികൾ എന്താ പറയാ, പല കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് നിങ്ങളെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്യുക, ഗണപതി ഭഗവാനെ റെസ്പെക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ മുരുക ഭഗവാനെ റെസ്പെക്ട് ചെയ്യുക, അതുപോലെ ശിവപാർവതിമാരെ റെസ്പെക്ട് ചെയ്യുക, ദേവിയെ റെസ്പെക്ട് ചെയ്യുക, അവരെ പ്രാർത്ഥിക്കുക, അവരെയും പ്രാർത്ഥിക്കുക, അതിനോടൊപ്പം നാരായണനെയും പ്രാർത്ഥിക്കുക, ശ്രീകൃഷ്ണനെയും പ്രാർത്ഥിക്കുക. നമുക്ക് എവിടെയാണ് ഭഗവാൻ ഒരു ഇത് വിധിച്ചിരിക്കുന്നത്, നാം എവിടെ നിന്നാണ് വന്നത്, നമുക്ക് എങ്ങോട്ടാണ് പോവേണ്ടത്, നമ്മുടെ വിധി എന്താണ്, നമുക്ക് എന്താണ് വിധിച്ചിരിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് റെസ്പെക്ട് ചെയ്യേണ്ടവരെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. റെസ്പെക്ട് ചെയ്യാതെ ഈ ഭൂമിയിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭൂമിയിലുള്ള ദേവിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യാതെ വേറൊരു ലോകത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ദേവനെ നമ്മൾ റെസ്പെക്ട് ചെയ്യോ? ഇല്ല. അപ്പൊ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇതാ ഹോമിച്ച് കളയാനുള്ളതല്ല ആരുടെയും ജീവിതം, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടു എന്ന് കരുതിയിട്ട് ഇതാക്കാനുള്ളതല്ല ആരുടെയും ജീവിതം. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക, അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. മനസ്സിലായോ? ഇതിന് എത്ര പേര് ഇത് മനസ്സിലാക്കുമെന്നോ ഇനി ഇതിന്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സുകൊണ്ടാണ്, ഞാൻ എൻ്റെ ആ ഒരു നിഷ്കളങ്ക ഭക്തി ആണ് എനിക്ക് ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത്. എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ആവണമെന്നില്ല. ഇത് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും ഇവക്കൊന്ന് വട്ടാണോ, അല്ലെങ്കിൽ ഇവൾ എന്തൊക്കെ ഈ വിളിച്ച് പറയുന്നത്, ഇവക്ക് എന്താണ് പ്രശ്നം, ഇവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പലരും പല രീതിയിൽ ചിന്തിക്കുമായിരിക്കും. അത് അവരുടെ മൈൻഡാണ്. അത് അവരെ എനിക്ക് ഇതാക്കാൻ കഴിയില്ല. അത് ഓരോരുത്തരുടെ മൈൻഡാണ്. മനസ്സിലായോ? അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയും വന്ന് പറഞ്ഞു, നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കലുഷിതമായിട്ടുള്ള, അത്രയും എന്താ പറയുക, നീചമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന. കൊലപാതകങ്ങൾ, പിന്നെ അതുപോലെ പീഡന കേസുകൾ, ഒളിച്ചോട്ടങ്ങൾ, അങ്ങനെയുള്ള പല 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 കാര്യങ്ങൾ, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭൂമിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഭഗവാൻ നാരായണൻ തന്നെയാണ് ആ നരസിംഹമൂർത്തിയായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ പാർവതി ദേവി തന്നെയാണ് ആ ഭദ്ര അവതാരം എടുത്ത് വന്നിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ തന്നെയാണ് യഥാർത്ഥത്തിൽ, ആ ശ്രീകൃഷ്ണ പരമാത്മാവിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. ആ ശിവ പരമാത്മാവിൽ നിന്ന് തന്നെയാണ്, പരബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. അത് മനസ്സിലാക്കുക എല്ലാവരും. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ഒന്നാണ്, എല്ലാം ഒന്നിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഭക്തി ചെയ്യുക, പ്രാർത്ഥിക്കുക ഭഗവാനെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അർജുനന് ആ ദശാവതാര, എന്താ പറയാ, ആ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ആ വിശ്വരൂപം കാണിച്ചു കൊടുത്തത് ഭഗവാൻ അതിൽ എല്ലാ ദേവീദേവന്മാരും എല്ലാവരും വരുന്നുണ്ട്. പരമശിവൻ വരുന്നുണ്ട്, അതുപോലെ ബ്രഹ്മദേവൻ വരുന്നുണ്ട്, വിഷ്ണു ഭഗവാൻ വരുന്നുണ്ട്, മറ്റുള്ള ദേവന്മാരെല്ലാവരും വരുന്നുണ്ട്. സരസ്വതി ദേവി വരുന്നുണ്ട്, ലക്ഷ്മി ദേവി വരുന്നുണ്ട്, ദുർഗാദേവി വരുന്നുണ്ട്, ഭദ്രദേവി വരുന്നുണ്ട്, പാർവതി ദേവി വരുന്നുണ്ട്. ഈ പറയുന്ന ദേവന്മാരെല്ലാവരും ആ ശ്രീകൃഷ്ണ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. അതുപോലെ പരമശിവൻ ഇതുപോലെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാവരും വരുന്നുണ്ട്. ശ്രീകൃഷ്ണൻ വരുന്നുണ്ട്, ബലരാം സ്വാമി വരുന്നുണ്ട്, അതുപോലെ ആരാണ്, ബ്രഹ്മദേവൻ വരുന്നുണ്ട്, വിഷ്ണു ഭഗവാൻ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്, ദേവിമാർ വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടും ഒന്നാണ്. അത് തിരിച്ചറിയുക. ഓരോരുത്തരും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അത് തിരിച്ചറിയുക. അത് തിരിച്ചറിഞ്ഞിട്ട് നിഷ്കളങ്കമാക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ്സ് ചിന്തകൾ എടുത്ത് കളയുക, പോസിറ്റീവിലേക്ക് വരിക. നിങ്ങളുടെ മനസ്സ് നിഷ്കളങ്കമാക്കുക. ദേവിക്ക് റെസ്പെക്റ്റ് കൊടുക്കുക. അത്രയും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. അമ്മയാണ്, ഭഗവാന്റെ അമ്മ യശോദാമ്മയെ ഭഗവാൻ എത്ര സ്നേഹിക്കുന്നുണ്ടല്ലേ. അതുപോലെ ഭഗവാന്റെ സഹോദരിയായിട്ടുള്ള സുഭദ്ര ദേവിയെ ഭഗവാൻ എത്ര സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ദ്രൗപദിക്ക് ഇത്രയും പ്രശ്നം വന്നപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അന്നേരം ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാൻ എത്ര സ്നേഹിക്കുന്നുണ്ടല്ലേ. അതുപോലെ പരമശിവൻ സതീദേവിയെ എടുത്തുകൊണ്ട് പോയി തൻ്റെ
പത്നി, ഭാര്യ, ആ സ്ത്രീക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ആ സതീദേവിയുടെ മരണത്തിൽ അലറി കരഞ്ഞുകൊണ്ട് പോകുന്ന ശിവഭഗവാൻ അറിയാം ഭാര്യയോട് അത്രയും സ്നേഹമുള്ള ഭഗവാൻ അല്ലേ, ഉമാദേവി അത്രയും സ്നേഹിക്കുന്ന പരമശിവൻ അല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ട കാര്യമാണ്, മനസ്സിലായോ? ഓരോരുത്തർ സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ട് പോയിട്ട് എന്തൊക്കെ ദ്രോഹങ്ങളാ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കുക, പലതരത്തിലുള്ള സ്ത്രീകളുണ്ട്. അപ്പൊ പാവപ്പെട്ട സ്ത്രീകളെ മാത്രം എന്തിനിങ്ങനെ ദ്രോഹിക്കുന്നു, അത് നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലായോ? അപ്പം സ്ത്രീകൾ എല്ലാവരും നല്ലവരാണെന്ന് പറയുന്നില്ല, എന്നാലും നല്ലവരായിട്ടുള്ള എത്രയോ സ്ത്രീകൾക്ക് എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് മരണപ്പെടേണ്ടി വന്നിട്ട്. അപ്പൊ സ്ത്രീകൾക്ക് അത്രയും പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. അത് സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കുക, സ്ത്രീകൾക്ക് ആ റെസ്പെക്റ്റ് കൊടുക്കുക, അമ്മയെ സ്നേഹിക്കുക. ഒരമ്മയെ സ്നേഹിക്കാതെ ഒരിക്കലും ഒരു കാമുകനെ ഒരു സ്ത്രീക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അതുപോലെ ഒരു അമ്മയെ സ്നേഹിക്കാതെ ഒരിക്കലും, അമ്മയെ അച്ഛനെയും സ്നേഹിക്കാതെ ഒരിക്കലും ഒരു ഭർത്താവിനെയും മകനെയും സ്നേഹിക്കാൻ ഒരു സ്ത്രീക്ക് ഒരുത്തർക്കും കഴിയില്ല. അതുപോലെ തന്നെ തിരിച്ചും ഒരാണുങ്ങൾക്കും തൻ്റെ അമ്മയെ സ്നേഹിക്കാതെ ഒരിക്കലും ഭാര്യയെ സ്നേഹിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കാതെ ഒരിക്കലും അവർ പൂർണ്ണമാവില്ല. കാമുകിയെ സ്നേഹിക്കാൻ, ഒരു അമ്മയെ സ്നേഹിക്കാതെ ഒരിക്കലും ഒരു കാമുകിനെ സ്നേഹിക്കാൻ കഴിയില്ല ഒരു ആണിനായാലും. അത് മനസ്സിലാക്കുക. അപ്പം അമ്മയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അമ്മയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പറയുന്നതിനും അപ്പുറമാണ് അമ്മ എന്ന് പറയുന്ന സത്യം. അമ്മ മാത്രമേ കാണൂ, നമ്മുടെ കൂടെ എപ്പോഴും അമ്മയാണ് ഉള്ളത്. പിന്നെയും ഭഗവാനും നമ്മുടെ കൂടെ ഉണ്ട്, മനസ്സിലായോ? അമ്മയും ഉണ്ട്, അതുപോലെ ഭഗവാനും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ എന്തിന്റെ പേരിലായാലും ശരി, അമ്മയെ തള്ളിക്കളയാതിരിക്കുക, അമ്മയും ഭാര്യയും തള്ളിക്കളയാതിരിക്കുക. സഹോദരിമാരെയായാലും അവരെയായാലും നമ്മൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യുക, സ്നേഹിക്കുക. അമ്മയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്, ദേവിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ദേവി ഇല്ലാതെ, അമ്മയില്ലാതെ നമ്മൾ ഒന്നുമല്ല, അത് മനസ്സിലാക്കുക. നമ്മുടെ എന്താ പറയാ, അമ്മയും അച്ഛനും അതുപോലെ പരമശിവനും ആ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനും പ്രാധാന്യമുണ്ട്, അത് മനസ്സിലാക്കുക. അപ്പൊ ഇതുകൊണ്ട് വേറെ ഒന്നിന്റെ പേരിൽ ഒന്നിനെയും തള്ളിക്കളയാതിരിക്കുക, റെസ്പെക്ട് ചെയ്യാതിരിക്കുക, അതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല. എല്ലാം നമുക്ക് വേണം, എല്ലാവരും വേണം. എല്ലാവരെയും ചേർത്ത് പിടിക്കുമ്പോഴാണ്, അവിടെയാണ് ആ സത്യസന്ധമായിട്ടുള്ള ആ ഭക്തി എന്ന് പറയുന്നത്. ഭഗവാൻ എന്താണോ എനിക്ക് വിധിച്ചത് അത് കിട്ടട്ടെ, തന്നോളൂ ഭഗവാനെ എന്ന് നമ്മൾ പറഞ്ഞ് ഭഗവാനോട് നമ്മൾ എന്താ പറയാ, സാഷ്ടാംഗം പ്രണമിക്കുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ എന്താ പറയാ, അല്ലാതെ മനസ്സിൽ ഈ എന്താ പറയാ, ഇങ്ങനെയുള്ള ദേവിയെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ദേവി വെറും മായയാണെന്ന് പറഞ്ഞ ദേവിയെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ ഭഗവാനിലേക്ക് പോകാന്ന് പറഞ്ഞാൽ നടക്കുന്നതല്ല. ആദ്യം നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മൾ വന്ന വഴി മറക്കാതെ നിൽക്കുന്നിടത്തുള്ള ആ അമ്മയും അച്ഛനെ നമ്മൾ ബഹുമാനിച്ച്, സ്നേഹിച്ച്, റെസ്പെക്ട് ചെയ്ത്, പൂജ ചെയ്ത്, പ്രാർത്ഥിച്ച് പോകുമ്പോഴാണ് അവിടെയും നമുക്ക് ആ ഭഗവാനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, റെസ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ അമ്മേനെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വേറൊരു ലോകത്ത് പോയിട്ട് അവിടെ ഭഗവാനെ നമ്മൾ സ്നേഹിക്കുന്നത്? നമ്മുടെ മനസ്സെന്താ ഇരുമ്പാണോ? എല്ലാവരുടെയും മനസ്സെന്താ ഇരുമ്പാണോ? ഇപ്പൊ ആർക്കും ദൈവഭയമില്ല, ഭഗവാന് ഭയമില്ല, ഭഗവതിയെ ഭയമില്ല, പേടിയില്ല. ഓരോരുത്തരെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതല്ലേ ഈ ഭൂമിയില്, ഈ കേരളത്തിൽ എന്തൊക്കെ സംഭവങ്ങളല്ലേ നടക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക, എല്ലാവരും അത് മനസ്സിലാക്കുക. എനിക്കും വിഷമമുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു ദുഃഖ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് എന്നെ കാരണം എന്നെ വിവാഹം കഴിച്ചു വിട്ടാൽ അവർക്ക് വീട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് എനിക്ക് വീട് വെച്ചു കൊടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിലേക്ക് ഒരുപാട് മനപ്രയാസമുണ്ട്, ഒരുപാട് ഞാൻ എന്താ പറയാ, നീറ് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അത്രയും എമൗണ്ട് എനിക്ക് ഉണ്ടാക്കാനുള്ള ആ ഒരു പ്രാപ്തിയില്ല. അപ്പം എനിക്ക് അത്രയും വിഷമമുണ്ട്. നമ്മൾ ഈ പൈസ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ പൈസ എന്ന് പറയുന്നത് നമ്മൾ വെറും നോട്ടുകെട്ടുകളാണ്, മനസ്സിലായോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നോട്ടുകെട്ട് പോലെ മാത്രമേ, അതായത് വെറും പേപ്പർ കഷ്ണം പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനൊന്നും ഒരു ഇതില്ലടോ. പക്ഷെ ആ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ആൾക്കാർ കാണിച്ചു കൂട്ടുന്നു അല്ലേ ഈ ലോകത്ത്. ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു അല്ലേ. എന്ത് വേണമെങ്കിലും ചെയ്യും പൈസയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇതൊക്കെ ഞാൻ വെറും ഒരു കടലാസ് തുണ്ട് പോലെ കണ്ടുള്ളൂ. പക്ഷെ പണമുള്ളവരാണ് ഇവിടെ ഏറ്റവും വലിയൊരു. പക്ഷെ പണം ഇല്ലാത്തവരിലും പണം ഇല്ലെന്നുള്ളത് ഒരു ഇതേ അല്ല. പണം ഇല്ലെങ്കിലും
അവരുടെ ആ എന്താ പറയാ അവരുടെ ആ മനസ്സ്, അവരുടെ ആ ഒരു എന്താ പറയാ അവരുടെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹൃദയം, അതാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അപ്പം ഈ ഓരോരുത്തർ പൈസ കെട്ടിക്കൂട്ടി ബാങ്കിലിടുന്നു, അവർ ഒരുപാട് കൊണ്ടുവന്ന് സേവ് ചെയ്ത് വെക്കുന്നു, അങ്ങനെ ചെയ്യുന്ന എന്നിട്ട് പാവങ്ങളെ ഒന്നും സഹായിക്കുകയില്ല. ഗവൺമെന്റ് പോലും അവർക്ക് പാവങ്ങൾക്ക് ചിലപ്പോൾ സഹായം കൊടുക്കില്ല, ചിലർക്ക് മാത്രം കൊടുക്കും, ചിലർ എത്ര അലഞ്ഞാലും അവർക്ക് കൊടുക്കില്ല. അപ്പം എല്ലാവരും ഈ മരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന സ്വർണവും പണവും ഒന്നും നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോവില്ല അല്ലേ? മരിക്കണ സമയത്ത് നമ്മൾ എല്ലാവർക്കും ഒരു 6 അടി മണ്ണ് മാത്രമാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ആത്മാവിന്റെ കാര്യം അതാണ് നോക്കേണ്ടത്. അത് നമ്മൾ എന്തൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് മാത്രം നമ്മൾ കൊണ്ടുപോകത്തുള്ളൂ ഇവിടുന്ന്, ഭൂമിയിൽ നിന്ന്. മനസ്സിലായോ? അതെല്ലാവരും മനസ്സിലാക്കുക. ഈ പണമുള്ളവനായാലും പണമില്ലാത്തവനായാലും മരിച്ചു കഴിയുമ്പോൾ ഒരുപിടി ചാരമാണ്. അതെല്ലാവരും മനസ്സിലാക്കുക. മനസ്സിലായോ? അത് മനസ്സിലാക്കൊണ്ട് ജീവിക്കുക, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുക, എല്ലാവരോടും പ്രാർത്ഥിക്കുക, ദേവിയോട് പ്രാർത്ഥിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. നമുക്ക് അതുപോലെ നമ്മുടെ എല്ലാവരും വേണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി നന്മയിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ അവരെയും നന്മയിലേക്ക് കൊണ്ടുവരിക. മനസ്സിലായോ? ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് ആ ഭഗവത് സാക്ഷാത്കാരം കിട്ടുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ നിൽക്കുന്ന മണ്ണിലെ അമ്മേനെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് വേറെ പിന്നെ ഏത് ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ചു ഒരു കാര്യമില്ല. അമ്മയെ പ്രാർത്ഥിക്കുക, അമ്മയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പൊ അമ്മ തന്നെ നമുക്ക് ആ ഭഗവാനിലേക്കുള്ള വഴി തുറന്നു തരും. എന്നിട്ട് നമുക്ക് ആ ഭഗവാൻ തന്നെ നമ്മളെ കൊണ്ടുപോകും. നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് ആ മുക്തി കിട്ടും. മനസ്സിലായോ? അതുകൊണ്ട് അമ്മയ്ക്ക് എത്രയും റെസ്പെക്ട് ഉണ്ട്. അമ്മയെ തള്ളിക്കളയാതിരിക്കുക. അമ്മ അത് നമ്മുടെ ദേവി ആയാലും ശരി തന്നെ, നമ്മുടെ പെറ്റമ്മയായാലും ശരി തന്നെ. പെറ്റമ്മയ്ക്ക് നമ്മൾ ഒരുപടി ആഹാരം കൊടുക്കാതെ നമ്മൾ എവിടെ കൊണ്ടുപോയി എന്ത് അന്നദാനം നടത്തി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മനസ്സിലായോ? അതുകൊണ്ട് അമ്മയെ സ്നേഹിക്കുക. അമ്മയാണ് ഏറ്റവും വലുത്. അമ്മയിൽ നിന്നാണ് ഈ മക്കളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും ആ അമ്മ യശോദ അമ്മയോട് അത്രയും സ്നേഹമുണ്ട്. ശ്രീകൃഷ്ണന് പോലും ലക്ഷ്മി ദേവി ഇല്ലാതെ ശ്രീ ഇല്ല. മനസ്സിലായോ? അതുപോലെ രാധാറാണി ഇല്ലാതെ ശ്രീകൃഷ്ണനില്ല, രാധാറാണി ഇല്ലാതെ കൃഷ്ണനില്ല. രാധേ കൃഷ്ണ എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ സുഭദ്ര ദേവിയോട് അത്രയും സ്നേഹമുണ്ട്. ദ്രൗപദിയെ ഭഗവാൻ രക്ഷിച്ചിട്ടുള്ളതാണ്. സ്ത്രീകൾക്ക് റെസ്പെക്ട് അത്രയും കൊടുക്കുന്ന ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് മനസ്സിലാക്കുക. അപ്പം ഭഗവാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഓരോ സ്ത്രീകളായാലും പുരുഷന്മാരായാലും കാണിക്കുന്ന കാര്യങ്ങളും, സ്ത്രീകളെ പല രീതിയിൽ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളും, ദ്രോഹിക്കുന്ന കാര്യങ്ങളും, വധിക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം കണ്ടുകൊണ്ട് ഭഗവാൻ മുകളിലിരിക്കുകയാണ്. ഭഗവാനായാലും ഭഗവതി ആയാലും ഒക്കെ മുകളിലിരിക്കുകയാണ്. അതെല്ലാവരും മനസ്സിലാക്കുക. ആ ഭയം, നമുക്ക് ആ ദൈവ ഭയം എന്ന് പറയുന്നത് ഇപ്പം ഇല്ല ആർക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ദേവിയെയും പ്രാർത്ഥിക്കുക, അതുപോലെ ശിവപാർവതിമാരെ ഭദ്രദേവിയെ പ്രാർത്ഥിക്കുക, ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുക, അതോടൊപ്പം നാരായണനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രാർത്ഥിക്കുക. മനസ്സിലായോ? അപ്പൊ എല്ലാരെയും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടാവട്ടെ, നല്ല മനസ്സ് എല്ലാവർക്കും ഭഗവാൻ കൊടുക്കട്ടെ. അവർക്ക് ആ നല്ല ബുദ്ധിയിലേക്ക് വരാനും ആ നല്ല മനസ്സ് കൊടുക്കാനുമുള്ള ആ ഒരു പ്രാപ്തി അവർക്ക് ഭഗവാൻ കൊടുക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. ഹര ഹര മഹാദേവ. ഹരേ കൃഷ്ണ. രാധേ കൃഷ്ണ. ഓം ശക്തി പരാശക്തി.